കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. അതിർത്തിക്കപ്പുറത്തെ ഭീകരതയ്ക്കെതിരെ മാത്രമല്ല, മതം തിരഞ്ഞുള്ള രാജ്യാതിർത്തിക്കുള്ളിലെ ഭരണകൂട ഭീകരതയും എതിർക്കണമെന്ന് സുപ്രഭാതം എഡിറ്റോറിയൽ. രാജ്യം നേരിടുന്നത് ഹിന്ദുത്വ ഭീകരതയുടെ മൂർത്തീഭാവമാണ്. ബുൾഡോസറുകളെന്നും സമസ്തയുടെ വിമർശനമുണ്ട്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസാണ് നമുക്കൊപ്പം ചേരുന്നത്. ലിനറ്റ്, വളരെ നിശിതമായ വിമർശനമാണ് സമസ്തയുടെ മുഖപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഉള്ളടക്കം? ബിനിൽ, കോടതി വിധിക്ക് മുകളിലും ബുൾഡോസറുകൾ ഉരുളുന്നു എന്നാണ് സമസ്തയുടെ മുഖപത്രമായിരിക്കുന്ന സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് തന്നെ. ഇതിൽ കൃത്യമായി പറയുന്നതനുസരിച്ച് ഉത്തർപ്രദേശിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 8 ജില്ലകളിലുടനീളം 30 പള്ളികളും 225ഓളം മദ്രസകളും തകർത്തിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഒരു എഡിറ്റോറിയൽ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായ നിർമ്മാണം സംബന്ധിച്ച രീതിയിലാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ തന്നെ തകർത്തപ്പെട്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി ഈ ഒരു എഡിറ്റോറിയൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് യോഗി സർക്കാരിനെ ബുൾഡോസർ ഭീകരത എന്ന് തന്നെയാണ് ഇതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യം നേരിടുന്ന ഹിന്ദുത്വ ഭീകരതയുടെ മൂർത്തീഭാവമാണ് ബുൾഡോസറുകളെന്നും എഡിറ്റോറിയൽ കൃത്യമായി പറയുന്നു. മതം തെരഞ്ഞുള്ള രാജ്യാതിർത്തിക്കുള്ളിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി ഇപ്പോൾ സമസ്തയുടെ മുഖപത്രമായ ഈ ഒരു സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ആരോപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മതം തെരഞ്ഞ് എന്ന് പറയുമ്പോൾ പഹൽഹാമിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മതം നോക്കിയാണ് അവിടെ കൊല്ലപ്പെട്ടതും കൊല്ലിച്ചതും എന്നൊക്കെ തന്നെ നമ്മൾ ആരോപണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മതം തെരഞ്ഞുള്ള ഇത്തരത്തിലുള്ള ഭീകരതയെയും നമ്മൾ തകർക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള എഡിറ്റോറിയലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിർത്തിക്കപ്പുറത്തെ ഭീകരതയെ മാത്രമല്ല, മതം തെരഞ്ഞുള്ള രാജ്യാതിർത്തിക്കുള്ളിലെ ഭരണകൂട ഭീകരതയും എതിർക്കണമെന്നും അതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യ മാർഗത്തിലൂടെ സർജിക്കൽ സ്ട്രൈക്ക് നടപ്പാക്കേണ്ട സമയമാണ് ഇതെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തിക്കുള്ളിലെ ഭീകരതയെ നമ്മൾ തിരിച്ചറിയണമെന്നും ലക്ഷ്യങ്ങൾ അപ്പാടെ തകർക്കപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാണ് നമ്മുടേതെന്ന അവകാശവാദം കേവലം വായ്ത്താരി മാത്രമാണെന്ന പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരു ആരോപണവും എന്ന രീതിയിലും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തിക്കപ്പുറത്തെ ഭീകരവാദം മാത്രമല്ല, അതിർത്തിക്ക് ഉള്ളിലെ മതം തിരഞ്ഞുള്ള ഭരണകൂട ഭീകരത കൂടി അവസാനിപ്പിക്കണം എന്ന നിശ്ചിതമായ വിമർശനമാണ് ഇപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.